ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കുറച്ച് കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്സ് ആണ്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴുമൊക്കെ ചില ആളുകൾ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അതും വളരെ കോമൺ ആയിട്ട് വരുത്തുന്ന ചില മിസ്റ്റേക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് എഗ്രി ടു ആൻഡ് എഗ്രി വിത്ത്. ഈ രണ്ട് ഫ്രേസുകളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കാതെയാണ് ആ മിസ്റ്റേക്ക് വരുത്തുന്നത്. എഗ്രി ടു എന്ന് പറഞ്ഞാൽ എന്താ, എഗ്രി വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന തെറ്റുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എഗ്രി ടു ആൻഡ് എഗ്രി വിത്ത് എന്ന രണ്ട് ഫ്രേസസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ എഗ്രി ടു സംതിങ് ആണ്. സംതിങ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഞാൻ അവിടെ പോകാൻ സമ്മതിച്ചു, അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയില്ലേ, ആ ഒരു കാര്യത്തിന് സമ്മതിക്കുക. എഗ്രി ടു ഗോ ദർ എന്ന് പറഞ്ഞാൽ അവിടേക്ക് പോകാൻ സമ്മതിക്കുക എന്നാണ്. എഗ്രി ടു കം ഹിയർ, ഇവിടെ വരാൻ സമ്മതിക്കുക. എഗ്രി ടു കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് ഒരു വേർബിൻ്റെ V1 ഫോമാണ്. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുക. എഗ്രി ടു ഡു ദിസ് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ വർക്ക് ചെയ്യാൻ സമ്മതിക്കുക. ഐ എഗ്രീഡ് ടു ഡു ദാറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു വർക്ക് ചെയ്യാൻ സമ്മതിച്ചു. ഐ എഗ്രീഡ്. ഷീ എഗ്രീഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഗെയിം, അവൾ ആ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സമ്മതിച്ചു. എഗ്രീഡ് ടു പാർട്ടിസിപ്പേറ്റ്. നോക്കൂ, എഗ്രീഡ് കഴിഞ്ഞിട്ട് ടു പാർട്ടിസിപ്പേറ്റ് ഒരു വേർബാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു കാര്യം, ആ വേർബ് എന്താണോ അതിൻ്റെ മീനിങ് നോക്കി ആ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഐ എഗ്രി ടു മീറ്റ് യു അറ്റ് ദ കോൺഫറൻസ് ടുമാറോ എന്ന് പറഞ്ഞാൽ ഐ എഗ്രി ടു മീറ്റ് യു, കോൺഫറൻസിൻ്റെ സമയത്ത് കോൺഫറൻസിൽ വെച്ച് നിന്നെ മീറ്റ് ചെയ്യാം എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഐ എഗ്രി ടു മീറ്റ് യു അറ്റ് ദ കോൺഫറൻസ് ടുമാറോ. ഷീ എഗ്രീഡ് ടു പേ ദ റെൻറ്റ് ഓൺ ടൈം, അവൾ സമ്മതിച്ചു. ഷീ എഗ്രീഡ് എന്താണ്, ടു പേ ദ റെൻറ്റ് ഓൺ ടൈം, റെൻറ്റ് സമയത്തിന് തന്നെ കൊടുക്കാമെന്ന് അവൾ സമ്മതിച്ചു. ദ ടീം എഗ്രീഡ് ടു വർക്ക് ഓവർ ടൈം ടു മീറ്റ് ദ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓവർ ടൈം വർക്ക് ചെയ്യാമെന്ന് ടീം സമ്മതിച്ചു. എഗ്രീഡ് ടു വർക്ക് ഓവർ ടൈം. ദേ എഗ്രീഡ് ടു ക്യാൻസൽ ദ ട്രിപ്പ്, അവർ സമ്മതിച്ചു. ദേ എഗ്രീഡ് എന്താണ്, ടു ക്യാൻസൽ ദ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാമെന്ന് അവർ സമ്മതിച്ചു. അപ്പോൾ എഗ്രി ടു എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി എഗ്രി വിത്ത്. എഗ്രി വിത്ത് ടുവിന് പകരം വിത്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ അതെവിടെയാണ് ഉപയോഗിക്കുന്നത്? ഒരാളുടെ ഡിസിഷനുമായിട്ട് നമ്മൾ യോജിക്കുക, ഒരാളുടെ വ്യൂ പോയിൻറ്റുമായിട്ട് നമ്മൾ യോജിക്കുക, അതൊക്കെയാണ് എഗ്രി വിത്ത്. എഗ്രി വിത്ത് ദ ഐഡിയ, എഗ്രി വിത്ത് യുവർ വ്യൂ പോയിൻറ്റ്സ്. ഐ എഗ്രീഡ് വിത്ത് യുവർ ഒപ്പീനിയൻ, നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു, നിങ്ങളുടെ വ്യൂ പോയിൻറ്റ്സിനോട് ഞാൻ യോജിക്കുന്നു. ഇതൊക്കെയാണ്. അപ്പോൾ എഗ്രി വിത്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. ഐ എഗ്രി വിത്ത് ദ ഡിസിഷൻ ടു ക്യാൻസൽ ദ ട്രിപ്പ്. നോക്കൂ, ഐ എഗ്രി വിത്ത് ദ ഡിസിഷൻ ആണ്, ട്രിപ്പ് ക്യാൻസൽ ചെയ്യാനുള്ള ആ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു എന്നാണ്. ഐ എഗ്രി വിത്ത് ദ ഡിസിഷൻ ടു ക്യാൻസൽ ദ ട്രിപ്പ്. ഐ എഗ്രി വിത്ത് ദ ഓതേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ ഒരു ബുക്കൊക്കെ വായിച്ചിട്ട് ആ ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ആ ഓതേഴ്സിൻ്റെ ആ ഒരു ഓതറിൻ്റെ ആ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഓതറിൻ്റെ ആ ഒരു വ്യൂ പോയിൻറ്റിനോട് ഞാൻ യോജിക്കുന്നു. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി എഴുതിയിരിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നു എന്നാണ്. ഐ എഗ്രി വിത്ത് ദ ഓതേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ആ ഒരു വ്യൂ തന്നെയാണ് നമുക്കും, നമ്മളും ആ സെയിം വ്യൂ തന്നെയാണ് നമുക്കും എന്നാണ്. I agreed to cancel the trip. I agree with the decision to cancel the trip. നോക്കൂ, മനസ്സിലായില്ലേ? എഗ്രി ടു ആണെങ്കിൽ ടു ക്യാൻസൽ, എഗ്രി വിത്ത് ആയപ്പോൾ എഗ്രി വിത്ത് ദ ഡിസിഷൻ ടു ക്യാൻസൽ. അപ്പോൾ എഗ്രി ടു ഉപയോഗിക്കുന്നത് ആക്ഷന് വേണ്ടിയിട്ടാണ്, ഒരു ആക്ഷൻ ചെയ്യാമെന്ന് സമ്മതിച്ചു എന്ന് പറയുമ്പോഴാണ്. എഗ്രി വിത്ത് ആണെങ്കിൽ ചിലരുടെ അഭിപ്രായങ്ങളോട്, ചിലരുടെ വ്യൂ പോയിൻറ്റ്സിനോടൊക്കെ. എഗ്രി വിത്ത് ദ ഐഡിയ ആണ്. അപ്പോൾ എഗ്രി വിത്ത് ഉപയോഗിക്കുന്നത് അവിടെ വ്യൂസ് അല്ലെങ്കിൽ ഒപ്പീനിയൻ ഒക്കെ പറയുമ്പോഴാണ്. അപ്പോൾ കോണ്ടെക്സ്റ്റ് നോക്കി എഗ്രി ടു വേണോ അല്ലെങ്കിൽ എഗ്രി വിത്ത് വേണോ എന്ന് തീരുമാനിക്കുക. അതിനനുസരിച്ച് തന്നെ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴുമൊക്കെ ഉപയോഗിക്കുക. ഇനി വളരെ കോമൺ ആയിട്ട് വരുത്തുന്ന വേറൊരു മിസ്റ്റേക്ക്,
കൺഗ്രാജുലേഷൻസ് എന്ന് പറയുമ്പോഴാണ്. ഈ കൺഗ്രാജുലേഷൻസ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ. പക്ഷേ ചില സമയങ്ങളിൽ ആവശ്യത്തിനല്ലാതെ ആവശ്യമില്ലാത്തിടത്താണെങ്കിൽ അത് ശരിയാവില്ലല്ലോ. അവിടെയാണ് ഈ കോമൺ മിസ്റ്റേക്ക് വരുന്നത് കൺഗ്രാജുലേഷൻസ് ഉപയോഗിക്കുമ്പോൾ. നമ്മൾ സാധാരണ കൺഗ്രാജുലേഷൻസ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഒരാൾ നല്ലൊരു കാര്യം ചെയ്യുന്നു, അയാൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായി, അയാൾക്ക് പ്രൗഡാവാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടായി, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഒരാളെ അഭിനന്ദിക്കുന്നത്. അതാണ് കൺഗ്രാജുലേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഐ ഗോട്ട് ദ ജോബ് എന്ന് പറയുമ്പോൾ കൺഗ്രാജുലേഷൻസ് എന്ന് പറയാം. ഐ പാസ് ദ എക്സാം, കൺഗ്രാജുലേഷൻസ് എന്ന് പറയാം. പക്ഷേ ഇറ്റ്സ് മൈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാലോ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞാലോ, കൺഗ്രാജുലേഷൻസ് എന്ന് പറയുമോ? ആരെങ്കിലും പറയുമോ? പക്ഷേ ചിലർ പറയാറുണ്ട്. അത് മിസ്റ്റേക്കാണ്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ ബർത്ത്ഡേ ആണ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നേട്ടം ഒന്നും അല്ല, അല്ലേ? നമ്മളൊരു കാര്യവും നല്ല അഭിനന്ദനാർഹമായ കാര്യമൊന്നും ചെയ്തിട്ടല്ല. അപ്പോൾ അവിടെ മെനി ഹാപ്പി റിട്ടേൺസ് പറയാം, അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാം. കൺഗ്രാജുലേഷൻസ് പറയാൻ പാടില്ല. ഇനി വേറൊരു മിസ്റ്റേക്ക് കൂടി പറയാം. വി ആർ 8, വി ആർ 3, വി ആർ 10 എന്നൊക്കെ പറയുന്നത് എന്താ അതിൻ്റെ മീനിങ്? ഇപ്പോൾ യെസ്റ്റർഡേ വി വെൻറ്റ് ടു ദ ബീച്ച്, ഇന്നലെ ഞങ്ങൾ ബീച്ചിൽ പോയി. വി വർ 3 എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വി വർ 3 എന്ന് പറഞ്ഞാൽ റോങ് ആണ്. വി വർ 3 എന്ന് പറഞ്ഞാൽ വി വർ 3 years old എന്നാണ് മീനിങ്. ഞങ്ങൾക്ക് 3 വയസ്സായിരുന്നു എന്ന്. ഇന്നലെ ഞങ്ങൾ ബീച്ചിൽ പോയി, ഞങ്ങൾക്ക് 3 വയസ്സായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ മിസ്റ്റേക്കല്ലേ. വി വർ 3 എന്ന് പറഞ്ഞാൽ വി വർ 3 years old. വി ആർ 5 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5 years old ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിലെ നമ്പേഴ്സാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വി വർ 3 എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. പിന്നെ പറയേണ്ടത് എന്താ? ദെർ വർ 3 of us, അങ്ങനെയാണ് പറയേണ്ടത്. ദെർ വർ 3 of us. വി വെൻറ്റ് ടു ദ ബീച്ച് യെസ്റ്റർഡേ. ദെർ വർ 3 of us എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു എന്ന മീനിങ് കിട്ടി. വി വർ 3 എന്ന് പറഞ്ഞാൽ റോങ്. ദെർ വർ 8 of us എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. വി ആർ 8 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8 years old ആണ്. അല്ലെങ്കിൽ വി വേർ 8 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8 years old ആയിരുന്നു എന്ന്. വി ആർ 5 മീൻസ് വി ആർ 5 years old. വി ആർ 3 മീൻസ് വി ആർ 3 years old. മനസ്സിലായല്ലോ? പല ആളുകൾ മിസ്റ്റേക്ക് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഐ ഹാവ് 30 years, ഐ ഹാവ് 30 years, ഐ ഹാവ് ഹംഗ്രി, ഐ ഹാവ് തേഴ്സ്റ്റി എന്നൊക്കെ ഇതൊക്കെ മിസ്റ്റേക്കാണ്. അവിടെ ഹാവ് അല്ല ഉപയോഗിക്കേണ്ടത്. ടു ഹാവ് എന്ന വേർബല്ല അവിടെ ഉപയോഗിക്കേണ്ടത്. അവിടെ ഉപയോഗിക്കേണ്ടത് ടു ബി ഫോമാണ്. ഐ ഹാവ് 30 years എന്ന് പറഞ്ഞാൽ അത് മിസ്റ്റേക്കാണ്. ഐ ആം 30 എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ആം 30 years old. ഐ ഹാവ് തേഴ്സ്റ്റി, എനിക്ക് ദാഹമുണ്ട് എന്ന് പറയുന്നത് ഐ ഹാവ് തേഴ്സ്റ്റി അല്ല, ഐ ആം തേഴ്സ്റ്റി. അവിടെ ഒരു ടു ബി ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ടു ബി ഫോം എന്ന് പറയുമ്പോൾ ആം, ഈസ്, ആർ, വാസ്, വേർ ഒക്കെ ആകാം. അപ്പോൾ എനിക്ക് ദാഹമുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് തേഴ്സ്റ്റി അല്ല, ഐ ആം തേഴ്സ്റ്റി. ഐ ആം ലക്കി, ഹൗ ലക്കി യു ആർ. നോക്കൂ, ബി ഫോമാണ് അവിടെ വേണ്ടത്. യു ആർ 30, ആർ യു ടയേർഡ്? നോക്കൂ, ആർ എന്ന ബി ഫോം ഉപയോഗിച്ചു. അപ്പോൾ ഈ കുഞ്ഞു മിസ്റ്റേക്സൊക്കെ ഓർത്ത് വയ്ക്കുക. ഇതൊന്നും സംസാരത്തിലോ എഴുതുമ്പോഴോ ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കുക.